മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. TVS NTorq 125 ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇതിൽ കയറിയിരിക്കുമ്പോൾ തന്നെ നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ടാണ്. സീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സോഫ്റ്റ് സൈഡാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 170 mm ആണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം ഒരു 155 mm ഉണ്ട്. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മിറേഴ്സ്, സ്വിച്ച് ഗിയേഴ്സ് മീറ്റർ കൺസോളിൽ കാണാം. അപ്പം മിറേഴ്സ് ആണെന്നുണ്ടെങ്കിലും നല്ല അത്യാവശ്യം വിസിബിലിറ്റി ഒക്കെ തരുന്നുണ്ട്. സ്വിച്ച് ഗിയേഴ്സ് സ്റ്റാൻഡേർഡ് ആണ്. റൈറ്റ് സൈഡിൽ എൻജിൻ കിൽ സ്വിച്ച് ഉണ്ട്, ലൈറ്റിന് ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ സെൽഫ് സ്റ്റാർട്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ബീം, ലോ ബീം സ്വിച്ച് ഉണ്ട്. അതിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന പാസിൻ്റെ സ്വിച്ച് ഉണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഒരു ഹോണിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺസോളിലേക്ക് നോക്കാം. മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് ഇതിന് TVS കൊടുത്തിരിക്കുന്നത്. മീറ്ററിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്റർ ഉണ്ട്, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ലാപ്പ് ടൈമർ, ടോപ്പ് സ്പീഡ് റെക്കോർഡർ, 0 to 60 ടൈമിങ്, ആവറേജ് സ്പീഡ്, ക്ലോക്ക്, ഫ്യൂൽ ഗേജ്, എൻജിൻ ടെമ്പറേച്ചർ, ഫോൺ സിഗ്നൽ ഇൻഡിക്കേറ്റർ, സർവീസ് റിമൈൻഡർ, ലോ ബാറ്ററി ഇൻഡിക്കേറ്റർ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് 2 ഡിസ്പ്ലേ മോഡ് കൂടെ തന്നിട്ടുണ്ട്, സ്പോർട്സ് മോഡ് പിന്നെ സ്ട്രീറ്റ് മോഡ്. സ്പോർട്സ് മോഡിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ലാപ്പ് ടൈമർ ഉണ്ട്, ടോപ്പ് സ്പീഡ് റെക്കോർഡ് ഉണ്ട്, 0 to 60 ടൈമിങ്, അങ്ങനത്തെ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സാണ് ഈ സ്പോർട്സ് മോഡ് ഡിസ്പ്ലേയിൽ തരുന്നത്. ഇനി സ്ട്രീറ്റ് ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ക്ലോക്ക്, RPM, ഓഡോമീറ്റർ, അങ്ങനെ കുറേ കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഈ മീറ്റർ കൺസോളിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൂടെ TVS കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഈ മീറ്ററുമായിട്ട് പെയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നാവിഗേഷൻ, വെൽക്കം മെസ്സേജ്, പിന്നെ കോൾ നോട്ടിഫിക്കേഷൻസ്, അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് ഈ മീറ്ററുമായിട്ട് ഷെയർ ചെയ്ത് നമ്മുടെ ഫോണിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് മീറ്റർ തന്നെ ചെറിയായിട്ടൊരു ഡിസ്പ്ലേയിൽ മെൻഷൻ ചെയ്ത് കാണിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഈ മീറ്ററുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, അതിനകത്ത് എങ്ങനെ കസ്റ്റമൈസേഷൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ടോപ്പിക്കാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മീറ്റർ കൺസോളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 125cc സിംഗിൾ സിലിണ്ടർ 4-stroke എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് വെച്ചാൽ 7500 RPM 9.4 PS പവറും 5500 RPM 10.5 Newton ടോർക്കുമാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു സ്വീറ്റ് സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സോ സൗണ്ട് കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പം ആ സൗണ്ട് കേൾക്കാൻ വേണ്ടി തന്നെ നമുക്ക് നമ്മുടെ ആക്സിലേറ്റർ ട്വിസ്റ്റ് ചെയ്ത് പിടിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ കുറിച്ച് സംസാരിക്കണം. ഇതിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ഡീറ്റെയിൽസ് ആണെങ്കിലും പെയിൻറ്റ് സ്കീം ആണെങ്കിലും ചെറിയ ഗ്രാഫിക്സ് ആണെങ്കിലും എല്ലാം അട്രാക്റ്റീവാണ്. ഇപ്പം ഈ വണ്ടിയിലെ സീറ്റിലൊരു റെഡ് സ്റ്റിച്ചിങ് വെച്ചിട്ടൊരു നൈസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു ലുക്ക് എൻഹാൻസ് ചെയ്യുന്നൊരു ഫാക്ടേഴ്സാണ്. ഞാൻ ഈ വണ്ടിയുടെ 2-3 ഷോർട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കിട്ടുന്ന സ്റ്റോറേജ് ഒരു 22 ലിറ്റേഴ്സ് സ്പേസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു LED ലൈറ്റില്ല. രാത്രിയിലൊക്കെ നമ്മൾ സീറ്റ് തുറക്കുന്ന സമയത്ത് അത്യാവശ്യം വിസിബിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു LED ലൈറ്റൊക്കെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഒരു USB പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോർമൽ ഹാലജനാണ്, LED ലൈറ്റൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. LED ജസ്റ്റ് DRLനും പിന്നെ ടെയിൽ ലാമ്പിനും മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
ഈ വണ്ടിയുടെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 ലിറ്റേഴ്സ് ആണ്. അത് മാത്രമല്ല ഫ്യൂൾ അടിക്കുമ്പോഴത്തേക്കും സീറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ക്യാപ്പൊക്കെ തുറന്നു കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇതിൻ്റെ ഫ്യൂൽ ക്യാപ്പ് പുറത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം വണ്ടിയുടെ സൈഡിലുള്ള കീ സ്ലോട്ടിൽ കീ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് റീഫ്യൂൽ ചെയ്യുന്നതാണ് ഈസി ആയിട്ട്. ഈ വണ്ടിയുടെ ബ്രേക്കിങ്ങിൻ്റെയും പിന്നെ വീലിനെ കുറിച്ചൊക്കെ പറയാൻ മറന്നു. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ടയേഴ്സ് 180 പിന്നെ ബാക്ക് ടയേഴ്സ് എന്ന് പറയുന്നത് 110/80 ആണ് 12 ഇഞ്ചിൻ്റെ. പിന്നെ ഇത് ട്യൂബ്ലെസ് ടയേഴ്സാണ്. അതുമാത്രമല്ല ഇതിന് ഡയമണ്ട് കട്ട് അലോയ് വീൽസും വരുന്നുണ്ട്. ബ്രേക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കും റിയറിലെ ഡ്രം ബ്രേക്കുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ബ്രേക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബൈറ്റൊക്കെ തരുന്നുണ്ട്. എനിക്ക് നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. ഇതിൻ്റെ കുറച്ച് പ്രോസ് ആൻഡ് കോൺസിലേക്ക് നോക്കാം. അപ്പം പ്രോസ് ആൻഡ് കോൺസിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രോസിനെ കുറിച്ച് സംസാരിക്കാം. ഇതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്, ഇതൊരു പോക്കറ്റ് റോക്കറ്റ് ആണെന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഇതിന് നല്ല ലുക്കാണ്. പിന്നെ ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് ഓടിക്കുമ്പോഴത്തേക്ക് നല്ല കംഫർട്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടുകാരെയൊക്കെ വെച്ച് പോകാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടിയാണിത്. ഇനി ഇതിൻ്റെ പോരായ്മയെ കുറിച്ച് സംസാരിക്കാം. ഇതിന് ഏകദേശം ഒരു മൈലേജ് എന്ന് പറയുന്നത് 35 to 40 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പം മീറ്റർ കൺസോളിൽ ഒരു എക്കോലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ എക്കോലൈറ്റ് ഒക്കെ നോക്കി ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കമ്പനിയൊക്കെ ക്ലെയിം ചെയ്യുന്നതൊക്കെ മൈലേജൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ അത്യാവശ്യം ഒരു നോർമൽ മൈലേജൊക്കെ കിട്ടും. അതല്ല നല്ല സ്പീഡിലൊക്കെയാണ് അത്യാവശ്യം കുത്തിക്കയറ്റൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോ മൈലേജ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഇതിന് പറയാനുള്ളത് LED ഹെഡ് ലാമ്പ് ഇല്ലാത്തത് ഒരു വലിയ പോരായ്മയാണ്. കാരണം ബാക്കിയെല്ലാം ഭയങ്കര ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ട് LED ഹെഡ് ലാമ്പ് കൂടി ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിന് ചെറിയ കോൾ സ്റ്റാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടുള്ളത്. എല്ലാത്തിലും വെച്ച് നോക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റുന്നത്, ഒരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഫ്യൂൽ ക്യാപ്പിൻ്റെ അതിലെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം ഇറങ്ങുന്നതാണ് കേട്ടുള്ളത്. അപ്പം അങ്ങനെ വെള്ളം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്യൂൽ ടാങ്കിൽ ചെല്ലാനും അതുവഴി എഞ്ചിന് ചെല്ലാനും പിന്നെ എഞ്ചിന് കുറേ പ്രോബ്ലംസും പിന്നെ മിസ്സിങ്ങും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊരു വലിയൊരു പ്രോബ്ലമാണ്. അത് എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് പറയാൻ എനിക്കുള്ളത്. അപ്പം ഇതോടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ കാണാം.